അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 1-2 വീഡിയോസ് മുന്നേ ചെയ്തിട്ടുള്ളത് ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ് ചെയ്തത്. പക്ഷേ ഇത് നമ്മൾ റിയലായിട്ട് ആണിയൊക്കെ അടിച്ച് നൂലൊക്കെ വലിച്ചു കെട്ടി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഞാൻ എന്തായാലും ഗ്രാഫിക് റെപ്രസെൻറ്റേഷനായിട്ട് കാണിക്കാം, അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡിസൈൻ ഇങ്ങനെയാണ് ഫസ്റ്റ് സൈക്കിൾ വരുന്നത്. പിന്നെ അതിൻ്റെ ഓരോ സൈക്കിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു നല്ല ഭംഗിയുള്ള ഡിസൈനായിട്ട് മാറും. ഓക്കെ, ഇതുപോലെയുള്ള വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനപ്പോൾ ഇതിൽ ടൂൾസ് മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു മരത്തിൻ്റെ ഒരു ബോർഡുണ്ട്. അത് വല്ല പ്ലൈവുഡോ അങ്ങനത്തെ എന്തെങ്കിലും ബോർഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല മരത്തിൻ്റെ ബോർഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ആദ്യമായിട്ടൊക്കെ ചെയ്യണവർ പ്ലൈവുഡ് ഉപയോഗിച്ചാൽ മതി. ഇത് 12 ഇഞ്ച് നീളം, 10 ഇഞ്ച് വീതി, അങ്ങനെയായിട്ടാണ് ബോർഡ് എടുത്തിട്ടുള്ളത്. പിന്നെ തിക്നെസ് ഒരു 1 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ വരയ്ക്കാനായിട്ട് ഒരു സ്കെയില്, പെൻസില്, പിന്നെ റൗണ്ട് വരയ്ക്കാനുള്ളത്, പിന്നെ ആംഗിൾ അളക്കാൻ വേണ്ടി മട്ടം, അങ്ങനത്തെ കുറച്ച് ടൂൾസ് വേണം. പിന്നെ 2 A4 ഷീറ്റ് എടുക്കുക. പിന്നെ നെയിൽസ് വേണം, ചുറ്റിക വേണം, സ്ട്രിങ്ങും പിന്നെ ഒരു കത്രികയും കൂടി ആയിട്ടുണ്ടെങ്കിൽ സംഭവമൊക്കെ. നെയിൽസ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 mm തിക്നെസ് ഉള്ള ഒരു 3/4 ഇഞ്ചിൻ്റെ ആണിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സ്ട്രിങ്, പിന്നെ ബോർഡ് കളറില്ലെങ്കിൽ അത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ബ്രഷും പെയിൻറ്റും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ആദ്യം തന്നെ സ്ട്രിങ് ആർട്ടിന് വേണ്ട പ്ലാറ്റ്ഫോം എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ പ്ലാറ്റ്ഫോം റെഡിയാക്കാനായിട്ട് നമുക്ക് പെയിൻറ്റ് വെച്ചിട്ട് ബ്രഷും വെച്ച് പെയിൻറ്റ് ചെയ്യാം. ഇത് ഓപ്ഷനിലാണ്, ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യണത്. അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ഡാർക്കായിട്ടുള്ള പേപ്പർ ഒട്ടിക്കുക, എന്തെങ്കിലും വാൾ പേപ്പർ പോലത്തെ പേപ്പർ ഒട്ടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താലും ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഫാബ്രിക്കോ അതായാലും മതി. അപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഒരു പെയിൻറ്റ് ഇങ്ങനെ കൊടുത്തെന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഒരു പേപ്പർ എടുക്കുക. അതിൽ നമ്മുടെ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഡിസൈൻ്റെ അളവ്, അതായത് നമ്മൾ 12 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയുള്ള ബോർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4.5-5 ഇഞ്ച് റേഡിയസ് ആയിട്ടുള്ള റൗണ്ട് വരയ്ക്കാം. കുറച്ച് ഗ്യാപ്പ് 2 സൈഡിലും കിടക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പേപ്പറിൽ റൗണ്ട് ഫുള്ളായിട്ട് കിട്ടണമെന്നില്ല, നമുക്ക് അതിൻ്റെ ഒരു ആംഗിൾ ഉള്ളിൽ കിട്ടുക വേണ്ടു. അതിന് ശേഷം നമുക്ക് സ്കെയിൽ വെച്ചിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, റൗണ്ട് വരച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ സ്കെയിൽ വെച്ചൊന്ന് വരയ്ക്കാം, ഒരു ലൈൻ വരയ്ക്കാം. ലൈൻ വരച്ചതിന് ശേഷം ഇതുപോലെ ഒരു മട്ടം വെച്ചിട്ട് 12 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യുക. 12 ഡിഗ്രി ആയിട്ട് റൗണ്ടിനെ ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം സ്കെയിൽ വെച്ച്
പോയിന്റിലൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അത് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ അതിലിങ്ങനെ ജസ്റ്റ് ഓരോ പോയിൻ്റായിട്ട് മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം പേപ്പർ ഊരി കളയുക. നമ്മൾ ഡിവൈഡ് ചെയ്ത പോയിൻറ്റ്സ്, മാർക്ക് ചെയ്ത പോയിൻറ്റ്സിൽ ആണി അടിക്കുക. ആണി അടിക്കുമ്പോൾ ആണി ഫുള്ളായിട്ട് കയറി പോകണമെന്നില്ല, ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ മാക്സിമം ആണിയുടെ പകുതി അതിൻ്റെ ഉള്ളിൽ കയറി പോയാൽ മതി. അപ്പോൾ ഈ കാണുന്ന പോലെ എല്ലാ പോയിൻറ്റിലും ആണി അടിക്കുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആണി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഇതിൽ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കെട്ടുക, അത്രയാണ് പരിപാടി ഉള്ളത്. അപ്പോൾ നമുക്ക് സ്ട്രിങ് ആർട്ടിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ആണിമേ നൂല് കെട്ടിയിടുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് കട്ടിയുള്ള നൂലാണ് ആദ്യം എടുത്തിട്ടുള്ളത്. ശരിക്കും ചെയ്യുന്നത് വളരെ കനം കുറഞ്ഞ നൂലാണ്. കനം കുറഞ്ഞ നൂല് എടുത്തില്ലെങ്കിൽ ഇത് ഒരുപാട് നൂല് ഡിസൈനിൽ വേണ്ടി വരും. അപ്പോൾ ഒരുപാട് നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടുമ്പോൾ ഗ്യാപ്പ് കാണില്ല. അതായത് അതിൻ്റെ ഉള്ളിലൂടെ ആ മരം ഇതൊക്കെ ഗ്യാപ്പിലൂടെ കണ്ടാലാണ് ഡിസൈന് കൂടുതൽ ഭംഗിയുണ്ടാവുള്ളൂ. അപ്പോൾ ആണി അടിച്ച ശേഷം ഈ കാണുന്ന പോലെ ഒരാണിമേൽ നിന്ന് രണ്ടാമത്തെ ആണിമേളിലേക്ക് ആ നൂല് കണക്ട് ചെയ്യുക. അതിനുശേഷം തിരിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത ആണിമേൾക്ക് തന്നെ കണക്ട് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ആണിമേൾക്ക് കണക്ട് ചെയ്യുക. അങ്ങനെ എല്ലാ ആണിയിലേക്കും ഇങ്ങനെ കണക്ട് ചെയ്ത് വരിക. ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്നാലും ഇത് ചെയ്തു വരുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ ഫസ്റ്റ് കണക്ട് ചെയ്ത ആ ആണിമേ ഇനിയിപ്പോൾ നൂല് ചുറ്റാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുമ്പോൾ വളരെ കനം കുറവുള്ള നൂല് എടുത്താൽ മതി എന്ന് പറഞ്ഞത്. ഇതുപോലെ വളരെ കനം കുറവുള്ള നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്പേസും കിട്ടും. അത് കാണാനും നല്ല ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ ഗ്യാപ്പില്ലാതെ വരുമ്പോൾ അത് കാണാൻ തീരെ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് പണിയുള്ളൂ. ആണി അടിക്കേണ്ടത് വളരെ കുറച്ച് പണിയുള്ളൂ. പക്ഷേ ഈ നൂല് വലിച്ച് കെട്ടേണ്ടത് കുറച്ച് അധികം പണിയുണ്ട്. പക്ഷേ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ ഷെൽഫിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ വോളിൽ ഹാങ് ചെയ്തിടാനും നല്ല ഭംഗിയായിരിക്കും. അത് നല്ല വലുപ്പത്തിൽ, ഇതിപ്പോൾ നമ്മൾ 12 ഇഞ്ച് നീളം 10 ഇഞ്ച് വീതിയായിട്ടുള്ള മരമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 2 അടി നീളം 2 അടി വീതിയുള്ള ഇത് എടുത്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും.
ഞാനിപ്പോൾ ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വളരെ കുറച്ച് ആണിമെന്നാണ് ഇത് എല്ലാ ആണിമേൾക്കും കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇത് എല്ലാ ആണിമേൾക്കും കണക്ട് ചെയ്യാം, എന്നിട്ട് ചെയ്ത് നോക്കുക. ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.